ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആനിമേറ്റഡ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഈ സീരീസ് മിസ്സാക്കിയ അതൊരു വൻ നഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മാതിരി ലെവൽ ഐറ്റമാണ് ഈ സീരീസ്. ഞാൻ പറഞ്ഞു വരുന്നത് 2021 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ആർക്കെയിൻ ദ ലീഗ് ഓഫ് ലെജൻഡ്സ് എന്ന സീരീസിനെ കുറിച്ചാണ്. സോ ഈ സീരീസിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ ആർക്കെയിൻ ലീഗ് ഓഫ് ലെജൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗെയിം സീരീസിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഈ സീരീസ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു 3D ആനിമേറ്റഡ് സീരീസാണ്, 2D അല്ല. ആ 3D ആനിമേഷനിൽ തന്നെ വളരെയധികം വ്യത്യാസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആനിമേഷനെ കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അതിനു മുൻപ് ഈ സീരീസിൻ്റെ IMDb റേറ്റിംഗ് 9.1 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സീരീസിൻ്റെ ലെവല് മനസ്സിലായി കാണും. അതും കൂടാതെ ഇത് ഇറങ്ങിയ ടൈമിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സീരീസും ഈ ആർക്കെയിനാണ്. ഇപ്പോൾ തന്നെ ഈ സീരീസിൻ്റെ എത്രത്തോളം കിടിലനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ സീരീസിൻ്റെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് കിടിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ സീരീസിൻ്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ടൗണിനെ കേന്ദ്രീകരിച്ചാണ് സീരീസിൻ്റെ കഥ പോകുന്നത്. അതായത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിച്ച് ആൾക്കാർ മാത്രം ജീവിക്കുന്ന ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു ടൗൺ. അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു ടൗണും ഉണ്ട്. ടെക്നോളജിക്കലി ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത പട്ടിണിയും പരിവട്ടവും ഉള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരുപാട് ക്രിമിനൽസ് ഉള്ള ഒരു അണ്ടർ ഡെവലപ്ഡ് ടൗൺ. ഈ ഒരു ടൗണിലെ ഒരു കൈൻഡ് ഓഫ് ലീഡറാണ് വാൻഡോർ. ഈ വാൻഡോർ കുറച്ച് ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തു വളർത്തിയിട്ടുണ്ട്. ഈ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് അപ്പർ ടൗണിൽ പോയി ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർക്കൊരു ബ്ലൂ ക്രിസ്റ്റൽ കിട്ടുന്നു. ആൻഡ് തുടർന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് സീരീസിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ആദ്യ 10 മിനിറ്റിൻ്റെ കഥ മാത്രമാണ്. സംഭവങ്ങൾ ഇനിയാണ് ശരിക്കും തുടങ്ങുന്നത്. ഇതിൻ്റെ വേൾഡ് ബിൽഡിങ് തന്നെ നല്ല രസമാണ്. അതായത് 2 സിറ്റികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സിറ്റികൾ തമ്മിൽ തന്നെ കുറേ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലോവർ സിറ്റിയിലുള്ളവർ മറ്റവരുടെ റിസോഴ്സസ് തട്ടിയെടുക്കാൻ നോക്കും. അതേസമയം അപ്പർ ടൗണിലെ ആൾക്കാർ ഇവരെ അടിച്ചമർത്താനും കൺട്രോൾ ചെയ്യാനും നോക്കുന്നുണ്ട്. ആൻഡ് ഇവരുടെ ഇടയിൽ തന്നെ കുറച്ച് ഇൻറ്റേർണൽ പൊളിറ്റിക്സും ഉണ്ട്. ഇങ്ങനെ ഒരു കിഡിലൻ വേൾഡ് തന്നെ ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു 2 ടൗണുകളുടെ ഇടയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ജീവിതമാണ് സീരീസ് എടുത്തു കാണിക്കുന്നത്. ഒരു കമ്മിങ് ഓഫ് ഏജ് എന്ന രീതിയിലാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇതിലെ ക്യാരക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ എപ്പിസോഡ് കഴിയുമ്പോൾ വളരുന്നുണ്ട്. അതായത് 1-2 ടൈം ജമ്പുകൾ സീരീസിൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെ ഉണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നില്ല. അതായത് എന്തുകൊണ്ട് ഇവിടെ ടൈം ജമ്പ് വന്നു, എന്തുകൊണ്ടാണ് ക്യാരക്ടേഴ്സ് വലുതായത്, അങ്ങനെ സ്പെസിഫിക് കാരണങ്ങൾ കൊടുത്താണ് സീരീസ് മേക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ടൈം ജമ്പ് ആവശ്യമാണെന്ന് ഓഡിയൻസിന് തന്നെ തോന്നും. ആൻഡ് ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ കിഡിലനാണ്. അതായത് വൈ, ജിങ്സ്, ഇങ്ങനെ 2 പ്രധാന ക്യാരക്ടേഴ്സാണ് സീരീസിലുള്ളത്. ബട്ട് ഇവർ 2 പേരും മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെയുണ്ട്. ഒരു ക്യാരക്ടർ പോലും അനാവശ്യമായി കൊണ്ടുവന്ന പോലെ തോന്നില്ല. എല്ലാവരും നല്ല ഡെപ്തുള്ള ക്യാരക്ടർ ആർട്സ് ഉള്ള ആൾക്കാരാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിന് ഒരു റിപ്പീറ്റബിലിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ആൻഡ് ചില ക്യാരക്ടേഴ്സൊക്കെ ഒരു രക്ഷയില്ല. എസ്പെഷ്യലി ഇതിനകത്ത് ജിങ്സ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ കിടിലനായിരുന്നു. പിന്നുള്ളത് ഈ സീരീസിലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇതിൻ്റെ മ്യൂസിക്. നിങ്ങൾ ഇമാജിൻ ഡ്രാഗൺസിൻ്റെ എനിമി എന്ന് പറഞ്ഞ സോങ് കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ഹിറ്റായ സോങ്ങാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ സീരീസിൻ്റെ ഇൻട്രോ മ്യൂസിക്. അവിടം തൊട്ട് തുടങ്ങുന്ന പരിപാടി തീരുന്നത് എൻഡ് ക്രെഡിറ്റ്സിലാണ്. കാരണം അമ്മാതിരി ലെവലായിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് പോകുന്നത്. ചില സോങ്സൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് വേറെയാണ്. മിക്ക സീൻസിനെ എലിവേറ്റ് ചെയ്തൊരു നെക്സ്റ്റ് ലെവലിൽ എത്തിക്കുന്നതിന് പ്രധാന കാരണം ഇതിൻ്റെ മ്യൂസിക്കാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ആനിമേഷനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു 2D ആനിമേഷൻ അല്ല, 3D ആനിമേഷൻ ആണെന്ന്. ഈ 3D ആനിമേഷൻ തന്നെ വളരെയധികം ഡിഫറൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച ടൈപ്പ് 3D ആനിമേഷൻ അല്ല ഇതിലുള്ളത്. ഇത് ഹാൻഡ് പെയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സീരീസിൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈൽ ഇതിലുണ്ട്. ആ ഒരു ഡാർക്ക് മൂഡൊക്കെ ത്രൂ ഔട്ട് ആനിമേഷനിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് സീരീസാണ്, ആനിമേ അല്ല. ഒരുപാട് പേർക്ക് ആനിമേ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലും രീതിയൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് ആനിമേ അല്ല, ജസ്റ്റ് ഒരു ആനിമേറ്റഡ് സീരീസാണ്. സോ നിങ്ങൾക്കും തീർച്ചയായിട്ടും കണ്ടുവെക്കാൻ പറ്റുന്നൊരു സീരീസാണിത്. സോ 9 എപ്പിസോഡുകളാണ് സീരീസിൻ്റെ ഫസ്റ്റ് സീസണിലുള്ളത്. എല്ലാം 40-45 മിനിറ്റ് ലെങ്ത് വരുന്ന എപ്പിസോഡ്സാണ്. ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതൊരു ലിമിറ്റഡ് സീരീസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, സീസൺ 2 അവർ റിന്യൂ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും കട്ടയ്ക്ക് തന്നെ വെയിറ്റ് ചെയ്യുന്നൊരു സീസണാണ് അടുത്തത്. സോ ഒരു നെഗറ്റീവ് പോലും എനിക്ക് ഈ സീരീസിനെ കുറിച്ച് തോന്നുന്നില്ല. കാരണം അത്രയധികം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റോറി, വേൾഡ് ബിൽഡിംഗ്, ആനിമേഷൻ, മ്യൂസിക്, ക്യാരക്ടർ ഡിസൈൻസ് അങ്ങനെ എല്ലാം കൊണ്ടും ടോപ്പിൽ വയ്ക്കാവുന്ന ഒരു അഡാർ ആനിമേറ്റഡ് സീരീസ് ആയിട്ടാണ് എനിക്ക് ആർക്കെയിൻ ഫീൽ ചെയ്യുന്നത്. സീരീസ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഭയങ്കര വലുതായിരുന്നു. അത് നിങ്ങൾക്കും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മസ്റ്റ് വാച്ച് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഈ സീരീസ് കണ്ട ആളാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്